മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി അനിത അനീഷ്. തന്നെയാണ് ആദ്യം സ്ഥാനാർത്ഥിയാക്കിയത്. ഭീഷണി മുഴക്കിയാണ് പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ മുൻ MP രമ്യ ഹരിദാസിന്റെ മാതാവ് രാധാ ഹരിദാസ് സ്ഥാനാർത്ഥിയായതെന്നും അനിത അനീഷ് ആരോപിച്ചു. മുന്നോട്ട് വെച്ച കാലം ഇനി പിന്നോട്ട് വയ്ക്കുന്നില്ല. എനിക്ക് തോന്നി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വയ്ക്കുന്നില്ല എന്ന്. പിന്നെ നമുക്കൊക്കെ സ്ഥാനം മേലേക്ക് കിട്ടിയില്ല എന്ന് വയ്ക്കുമ്പോൾ നമുക്ക് സ്ഥാനം കിട്ടണമെങ്കിൽ മേലോട്ട് തരണ്ടേ, എന്നാലല്ലേ കിട്ടുള്ളൂ. ഇത് പാർട്ടിയായിരുന്നു ചെയ്യേണ്ടത്. പാർട്ടീനെ പറ്റി എനിക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു 48 മണിക്കൂർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 48 മണിക്കൂർ കഴിഞ്ഞാലും ഞാൻ മുന്നോട്ട് പോകും. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥാനം എത്ര ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ സി മുഹമ്മദ്, രമ്യ ഹരിദാസിന്റെ അമ്മയ്ക്കെതിരെ അവിടെ ഒരു വിമത സ്ഥാനാർത്ഥി വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, കുന്നമംഗലം ബ്ലോക്കിലെ പൂവാട്ടുപറമ്പ് ഡിവിഷനിലാണ് കോൺഗ്രസിന്റെ 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എത്തിയിരിക്കുന്നത്. അതിൽ അനിത അനീഷാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അവരാണ് വിമതയായി മത്സരിക്കുന്നത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് DCCയിൽ ചില ചർച്ചകൾ നടന്നിരുന്നു. അതിനൊടുവിൽ പിന്നീട് അനിത അനീഷിനോട് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോകാനും നേതാക്കൾ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീടാണ് അവരെ മാറ്റുകയും വളരെ പെട്ടെന്ന് തന്നെ രമ്യ ഹരിദാസ്, മുൻ MP രമ്യ ഹരിദാസിന്റെ മാതാവ് രാധാ ഹരിദാസ് അവിടെ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളുണ്ടായിരുന്നു. ആ ചർച്ചകൾക്കൊടുവിൽ അനിത അനീഷിനോട് പിന്മാറാൻ നേതൃത്വം ആവശ്യപ്പെട്ടു. എന്നാൽ പിന്മാറില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ നേതാക്കളുമായി ചർച്ച നടത്തുകയും അതിനൊടുവിൽ പിന്മാറാത്തവർക്കെതിരെ 48 മണിക്കൂറിനകം പിന്മാറാത്തവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നുൾപ്പെടെയുള്ള താക്കീത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും താൻ കാര്യമാക്കുന്നില്ല. ശക്തമായ രീതിയിലുള്ള മത്സരമായിട്ട് മുന്നോട്ട് പോകും എന്ന കാര്യം തന്നെയാണ് അനിത അനീഷ് വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവർ ആരോപിക്കുന്നുണ്ട്. രാധാ ഹരിദാസ് DCC ഓഫീസിലെത്തിക്കൊണ്ട് മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുമെന്ന് ആരോപിച്ചു. അതിലാണ് നേതൃത്വം, ആ ഭീഷണിക്ക് മുന്നിലാണ് നേതൃത്വം വീണുപോയത്. അതിൽ ഭയന്നുകൊണ്ടാണ് തന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് വെട്ടിമാറ്റിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭീഷണിയൊന്നും തൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പക്ഷേ താൻ ഇപ്പോൾ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മത്സരമായിട്ട് മുന്നോട്ട് പോകും. മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകയാണ്, നേതാവുമാണ്. അതുകൊണ്ട് തന്നെ താൻ വിവിധ ഇടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തന പാരമ്പര്യമായിട്ട് മുന്നോട്ട് പോകും. തനിക്കൊപ്പം ജനങ്ങളുണ്ട്. താൻ നല്ല രീതിയിൽ ഇവിടെ നിന്ന് ജയിക്കാനുള്ള സാധ്യത കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നോട്ടില്ല, മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് ഉള്ളത് എന്നും നേതൃത്വത്തിന്റെ ഭീഷണിയും താക്കീതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല എന്നുമാണ് അനിത അനീഷ് പറയുന്നത്. ഇപ്പോൾ അനിത അനീഷും അതുപോലെ തന്നെ രാധാ ഹരിദാസും രണ്ടുപേരും മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കി. കോഴിക്കോട്ടെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ അവിടെ വിമത സ്ഥാനാർത്ഥിയായി അനിത അനീഷ് കോൺഗ്രസിന് തലവേദനയായിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മുൻ MP രമ്യ ഹരിദാസിന്റെ അമ്മയാണ്. രമ്യ ഹരിദാസിന്റെ അമ്മയ്ക്കെതിരെയാണ് ഇപ്പോൾ അവിടെ വിമത സ്ഥാനാർത്ഥി മത്സരരംഗത്ത് ഉറച്ചു നിൽക്കും എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.